എത്ര നല്ല മനുഷ്യനാ ഈ ഗഫൂർക്ക. പത്ത് ലക്ഷത്തിന്റെ പത്രാസിലാ നടപ്പ്. ഉള്ളിലുള്ള സ്ഥിതി ഇതാണ്. ഇങ്ങനാണെങ്കിൽ അണ്ടർവെയറിന്റെ സ്ഥിതി കണ്ടറിയേണ്ടി വരും. ഇതുകൊണ്ട് എന്ത് പിണ്ണാ കിട്ടാനാണ്? ആപ്പിൾ മധുരമുള്ള നല്ല കാശ്മീരി ആപ്പിൾ കിലോ 100 രൂപ, കിലോ 100 രൂപ. ഞമ്മള് 100 തരൂല, ബാക്കി വേണമെങ്കിൽ പിന്നെ തരാം. ആപ്പിളും കിടക്ക്. ഓ അതിനെന്താ, ഇതെന്താണ്ടാ 1 കിലോ? ബാക്കി കാശ് തരുമ്പോ തരാം. ഏറ്റില്ല. ആ പലിശ ഗോപാലിന്റെ മണ്ണുണ്ണിയല്ലത്. ഇവനൊന്ന് ഒടിച്ചു നോക്കാം. മണ്ണുണ്ണിയെ, അന്റെ ബാപ്പ കോന്ത്രം പല്ല. ഈ നാട്ടുകാർ മുഴുവൻ എന്നെ മണ്ണുണ്ണി നല്ല വിളിക്കണ്. പോയി ബുദ്ധി വെക്കാനുള്ള എന്തെങ്കിലും മരുന്ന് വാങ്ങി കുടിക്കടാ. ഇക്ക എനിക്കിത് മടുത്തിക്ക. ഈ ബുദ്ധി വെക്കാനുള്ള മരുന്ന് എവിടെ കിട്ടോ? മരുന്നിന് വേണ്ടി ദൂരൊന്നും ഈ പോണ്ട. കായുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മരുന്ന് നമ്മള് തരാം. പൈസ എത്ര വേണമെങ്കിലും തരാം. ഇത് മതിയോ? ഇതൊന്നും പോരാ. തൽക്കാലം ഒരാഴ്ചത്തേക്കുള്ള ബുദ്ധിക്ക് ഇത് മതി. പിന്നെ വീണ്ടും റീചാർജ് ചെയ്യേണ്ടി വരിക. റീചാർജാ? അതെ, അന്ന് 500 രൂപ കയറ്റാ 1 കൊല്ലത്തേക്ക്. അപ്പൊ 1 മാസം ഫ്രീ ആയിട്ട് ഓഫറും കിട്ടും. ഇത് നിങ്ങൾ തിന്ന ആപ്പിളിന്റെ കുരു അല്ലേ? ഇവനാണ് മോനെ ബുദ്ധി മരുന്ന്. ആപ്പിളിന്റെ സകല സത്തുക്കളും അടങ്ങിയിരിക്കുന്നത് കുരുവിലാണ് മോനെ. ആ സത്ത് ശരീരം വലിച്ചെടുക്കുമ്പോ തലച്ചോറിൽ ഭയങ്കരമായിട്ട് ബുദ്ധിപ്രവാഹം സംഭവിക്കും. ഇയാണ്ട് 100 രൂപയ്ക്ക് 3 തരാം. വലിയ ഉപകാരം. നിങ്ങക്ക് 100 പുണ്യം കിട്ടും. അനക്ക് കണക്ക് പഠിക്കാൻ പ്രയാസല്ലേ? ഉണ്ട്. മലയാളം? അതെ. സംസ്കൃതം? തീരെ അറിഞ്ഞൂടാ. ഇതൊക്കെ ഇനി മിനിറ്റ് കൊണ്ട് പഠിക്കും. സത്യായിട്ടോ? എനിക്ക് അച്ഛന്റെ മുമ്പില് ആളാവണോ? വേഗം തെറിയുന്നേ. അല്ല, 100 ഉറുപ്പ്യക്ക് കുരുവാങ്ങിയ നേരം കൊണ്ട് എനിക്ക് 1 കിലോ ആപ്പിള് കിട്ടൂലേ? കിട്ടും. കണ്ടില്ലേ, അങ്ങനാണ് ബുദ്ധി വരിക. ബുദ്ധി വന്ന് കണ്ടോ, ഒരൊറ്റ കുരിയായി നിന്നുള്ളൂ. അപ്പോഴേക്ക് എനക്ക് കണക്ക് റെഡിയായി. നീ എന്നെ പറ്റിച്ചതാ. എടുക്കടാ എന്റെ 100 ഉറുപ്പ്യ. കണ്ടോ, ഈ മലയാളം പഠിച്ചു. ഇനി മെല്ലെ മുങ്ങാൻ നോക്കാം. ഇല്ലെങ്കിൽ അവന്റെ പെരുങ്കൈ എന്റെ പേര് വെക്കും. നിക്കടാ അവിടെ മരപ്പറ്റി. സംസ്കൃതവും പഠിച്ചു. ഇനി ഇവിടെ നിന്ന് ഓൻ നമ്മളെ കൊങ്ങണി പരിവാക്കും. നിക്കടാ അവിടെ. അല്ലോ